ഹലോ കേസേ, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കും കേസേ. നമ്മൾ ആ അവസ്ഥേനെ അതിജീവിച്ച് മുന്നേറുക എന്നുള്ളതിൻ്റെ കാര്യം. അതായത് നമ്മൾ ഫുള്ള് ലോക്കായിട്ട് സ്റ്റക്കായിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയേണ്ട അന്തം വിട്ടൊക്കെ നിൽക്കില്ലേ. അതായത് ഒരു മൊത്തത്തിലൊരു ക്ലാരിറ്റി ഇല്ലാണ്ട് എങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഒരു നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു ഒരു കുറേ റിസ്ക്കൊക്കെ എടുത്തിട്ട് സംരംഭകനാവണമെന്നോ അങ്ങനെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫീൽഡിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻ്റർവ്യൂ, നമ്മളൊരു ഡ്രീം ജോബിൻ്റെയൊക്കെ ഒരു ഇൻ്റർവ്യൂ ലെവലിലേക്ക് എത്തിയിട്ട് ഇൻ്റർവ്യൂവിന് പോകാൻ പൈസ ഇല്ലാണ്ട്, അല്ലെങ്കിൽ പൈസ സമയത്ത് ഒപ്പിക്കാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് പനി പിടിച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട്, അങ്ങനെയുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജുകൾ ഉണ്ടാവില്ലേ ഗൈസ്. അപ്പോൾ അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും സംഭവം ഉണ്ടാവും. എല്ലാവരുടെ ലൈഫിൽ അങ്ങനെ സ്റ്റേജ് ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ പലർക്കും വരാനും സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കൊരു എൻ്റർപ്രണർ ആവണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ അതിന് കൊടുക്കേണ്ട വില വളരെ വലുതാണ് കേസ്. ഒന്നും ഈസിയല്ല, ലൈഫൊന്നും ഈസിയല്ല. ലൈഫിൽ ഇന്ന് അത്യാവശ്യം സെറ്റായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് മൂഞ്ചി തിരിഞ്ഞു കിടന്നുള്ള എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കിളി പറയണമെന്നൊരു സ്റ്റേജ് ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്ന കേസ്. അങ്ങനെയുള്ള അനുഭവങ്ങളില്ലാത്ത ആളുകൾക്ക് ജീവിതത്തിൻ്റെ ആഴം പരപ്പം മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇവിടെ ലൈഫിൽ സ്നേഹമാണ് വലുത്, അതാണ് വലുത്, ഇതാണ് വലുത് എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. ഒരിക്കലില്ല കേസ്. ഇതൊക്കെ വേണം. പക്ഷേ ഇതിനേക്കാൾ വലിയൊരു സാധനമുണ്ട് കേസ്, കാശില്ലെങ്കിൽ ഇത് ഒരു കുന്തണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരിക്കും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടെ ഉണ്ടാക്കാൻ നമുക്ക് ലൈഫിലെല്ലാം ഉണ്ടാക്കാനൊക്കെ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉറപ്പുമില്ല ഇതിൽ. നമ്മുടെ ജീവിതത്തിലെ കാശിന് വേണ്ടി ജീവിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത്. ഞാനൊരിക്കലും കാശാണ് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു സ്റ്റേജിൽ നമുക്ക് മനസ്സിലായത് നമ്മുടെ ലൈഫിലെ കുറേ പ്രശ്നങ്ങളെ നമുക്ക് ഡീൽ ചെയ്യാൻ കാശുണ്ടെങ്കിൽ നടക്കും. കുറേ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ ഈ കാശ് കൂടി ഇല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര അതിൻ്റെ എത്രയോ ഇരട്ടി പ്രശ്നങ്ങളായിട്ട് മാറേണ്ടാവും. ഞാനൊക്കെ ഒരു സ്ഥലത്ത് ഒരു 10 രൂപ ഇല്ലാണ്ട് എന്താ പറയുക 1.5 മണിക്കൂർ ഇങ്ങനെ നിന്നുണ്ട്. അതായത് ഇവിടുന്ന് ഒപ്പിക്കാൻ പറ്റാണ്ട്, കയ്യിൽ പൈസ ഇല്ലാണ്ട്, ഫോൺ വിറ്റാലോ വണ്ടി വിറ്റാലോ നോക്കാൻ ഒരു റുപ്യ കയ്യിലില്ലാണ്ട് ഇത് ചെയ്യണമെന്ന് അറിയാണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ക്രാഫ്റ്റ് ഐറ്റംസും എൻ്റെ പുസ്തകങ്ങളും ഇതൊക്കെ വളരെ യുണീക്കായ രീതിയിൽ ഉണ്ടാക്കിയൊരു സാധനം. അപ്പോൾ ഇത് എൻ്റെ ഒരു കരിയറായിട്ട് എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയൊരു സാധനം. പക്ഷേ ഒരു പ്രത്യേക പോയിൻ്റ് ഇതൊന്നും നടക്കണില്ല എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സാധനം ഉണ്ടല്ലോ കേസ്. ഇപ്പം ഞാനിപ്പോൾ ഒരു സ്റ്റേജിലാണ്. പക്ഷേ എന്തായാലും ഞാൻ എൻ്റെ വാട്സപ്പ് ബിസിനസ് പ്രൊഫൈൽ ഉണ്ടല്ലോ, അതുവഴി എൻ്റെ ഇതൊക്കെ കൊടുക്കാനുള്ളൊരു പ്ലാനിലാണ് സംഭവം. ഞാനങ്ങനെ എൻ്റെ ബയോയിൽ കാണുന്നുണ്ടായിരിക്കും ഒരു സംഭവം. താല്പര്യമുള്ളവരുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന കേസ്. ഞാൻ വേറെ എന്തൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നിൽക്കും, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ വന്നു. അപ്പോൾ ദാരിദ്ര്യം പറച്ചിലായിപ്പോയി. എന്തായാലും ഒന്ന് നോക്കുക കേസ്. ഞാൻ പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് അടിപൊളിയായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ചാനലൊന്ന് സെറ്റാക്കി എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേസ്. എന്തായാലും ഇതൊന്ന് മോണിറ്റൈസ്ഡാണ്, ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അനാവശ്യമായിട്ട് കുറച്ച് ഊർജ്ജം കളയേണ്ട വിചാരിച്ച് വേറെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കണം ലൈഫിൽ.